Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ആലുവ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആഘോഷങ്ങളുടെ ഭാഗമായി താൽക്കാലിക മുനിസിപ്പൽ ഓഫീസ് മണപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. 2025 മഹാശിവരാത്രിക്ക് 26 തീയതി സമാരംഭം കുറിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേളയും വിനോദ പരിപാടികളും മണപ്പുറത്ത് ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളുടെ ചുമതല ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശിവരാത്രി ദിനം അർദ്ധരാത്രി മുതൽ പിറ്റേന്ന് ഉച്ചവരെ ഉണ്ടായിരിക്കും. ഈ പ്രാവശ്യം നഗരസഭ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ദിവസത്തെ തീർത്ഥാടകരുടെ എണ്ണം ഏതാണ്ട് 7 ലക്ഷത്തോളം പേരാണ്. അവരുടെ ക്രമസമാധാന പരിപാലന നടപടികളൊക്കെ ക്രമീകരിക്കുന്നതിനുള്ള ആവശ്യമായ സംവിധാനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ആലോചിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. 1500ഓളം പോലീസുകാർ അന്ന് വിന്യസിക്കപ്പെടും. അതുപോലെ തന്നെ പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേവൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധന്മാരടക്കമുള്ള സ്കൂബ ടീം മണപ്പുറത്ത് 24 മണിക്കൂർ പ്രവർത്തിക്കും. നഗരസഭയ്ക്ക് പുറമെ ജില്ലാ ഭരണകൂടം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, റൂറൽ ജില്ലാ പോലീസ് അതോറിറ്റി എന്നീ 4 അധികാര സ്ഥാപനങ്ങളാണ് ഇത്തരം കൂടിയാലോചനകൾക്കും ആവശ്യമായ നടപടിക്രമങ്ങൾക്കും രൂപം നൽകിയിട്ടുള്ളത്. നഗരസഭ സംഘടിപ്പിക്കുന്ന വ്യാപാരമേള, വിനോദ പരിപാടികൾ എന്നിവയാണ് മണപ്പുറത്തെ ആകർഷകമാക്കുന്നത്. ക്രമസമാധാന പരിപാലന ചുമതലയുള്ള പോലീസ് വകുപ്പ് ഇതിനായി വിപുലമായ ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ബലിതർപ്പണം നടക്കുന്ന വേളയിൽ മണപ്പുറത്തും നഗരത്തിലുമായി വിന്യസിപ്പിക്കുന്നത്. മണപ്പുറം മുഴുവൻ CCTV പരിധിയിൽ കൊണ്ടുവന്ന് യഥാസമയം നിരീക്ഷിക്കുന്നതിനുള്ള ക്രമീകരണം നഗരസഭ ചെയ്തിട്ടുണ്ട്. ശിവരാത്രി ദിവസം 40 ഫയർഫോഴ്സ് അംഗങ്ങളും 50 സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും 2 ടീമുകളുമായി പ്രവർത്തിക്കുകയും ചെയ്യും. കൂടാതെ ഫയർ സ്റ്റേഷനും സ്ഥാപിക്കും. താൽക്കാലിക പോലീസ് സ്റ്റേഷൻ മണപ്പുറത്തുണ്ടാകും, ഫയർ സ്റ്റേഷൻ ഉണ്ടാകും, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ് ഉണ്ടാകും, താൽക്കാലിക ആശുപത്രി ഉണ്ടാകും. ഇപ്പോൾ ആലുവയുടെ ചുറ്റുമുള്ള എല്ലാ കടവുകളിലും എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ എല്ലാ കടവുകളിലും ഉണ്ടാകും. അതിന് ആലുവയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളും എല്ലാ വർഷവും സഹകരിക്കുന്നത് പോലെ ഇപ്രാവശ്യവും ഉണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും കമനീയമായ ഒരു ശിവരാത്രി മഹോത്സവമാണ് നഗരസഭ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. DJ അമ്യൂസ്മെൻറ്റ്സ് എന്ന ഒരു സ്ഥാപനം ഈ പ്രാവശ്യം മണപ്പുറം കുത്തകക്കെടുത്തിരിക്കുന്നു. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 90% പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യം ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് ശിവരാത്രി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാ മഹനീയതയും നിങ്ങൾക്ക് ശിവരാത്രി മണപ്പുറത്ത് കാണാൻ സാധിക്കുന്നതാണ് എന്നറിയിക്കുന്നു. നഗരസഭ ഈ കാര്യങ്ങളിൽ യാതൊരു ലോഭവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിക്കാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.